ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 1968 നമ്മോട് വിട വാങ്ങിയ തിയോഫിനച്ചൻ 2026 ആഗോള സഭയിലെ ഒരു ധന്യനായിട്ട് അവരോധിക്കപ്പെട്ടു. അതിൻ്റെ ഒരു നാൾ വഴിയാണ് നിങ്ങളുമായിട്ട് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അച്ഛൻ 1968 മരണം പ്രാപിച്ചു, ഇവിടെ അടക്കം ചെയ്തു. പിറ്റേ ദിവസം തൊട്ട് തന്നെ വളരെയധികം ഭക്തർ അച്ഛൻ്റെ കുഴിമാടത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും തിരികൾ കത്തിക്കുകയും പൂച്ചെണ്ടുകൾ വെക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ വിശ്വാസികളുടെ എണ്ണം കൂടി വന്നതോട് കൂടിയിട്ട് അന്നിവിടെ ഉണ്ടായിരുന്ന വിൽഫ്രഡ് പ്രസാദം അച്ഛൻ എന്ന ഒരു നല്ല വൈദികൻ അതിനൊരു രൂപരേഖ രൂപപ്പെടുത്തുകയും അദ്ദേഹം ഒരു മാസിക ആരംഭിക്കുകയും ചെയ്തു, മനുഷ്യ സ്നേഹി എന്ന പേരിൽ. അതായിരുന്നു അതിൻ്റെ ആരംഭം. അതിനുശേഷം 2005 തിയോഫിനച്ചനെ ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചു. ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം 2008 സഭാ കോടതി സ്ഥാപിച്ചു ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനായിട്ട്. ആ സഭാ കോടതിയിൽ ആദ്യം ഒരു ഹിസ്റ്റോറിക്കൽ കമ്മീഷൻ ഉണ്ട്, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനായിട്ടുള്ള ഒരു കമ്മീഷൻ. അവര് സാക്ഷികളെ വിളിക്കുന്നു, അവര് ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നു. അത് വലിയ ഒരു പ്രക്രിയയായിരുന്നു. അപ്പൊ അതിന്റെ പ്രവർത്തനം നടന്നു. അതിനുശേഷം വേറൊരു കമ്മീഷനെ കൂടി സ്ഥാപിച്ചു, തിയോളജിക്കൽ കമ്മീഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തിയോഫിനച്ചൻ പഠിപ്പിച്ച പ്രബോധനങ്ങളിൽ സഭയുടെ വിശ്വാസത്തിന് നിരക്കുന്നതാണോ, അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതെല്ലാം നോക്കുന്ന ഒരു കമ്മീഷനാണ് നമ്മൾ തിയോളജിക്കൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കമ്മീഷനുകളും വളരെ അധികം പ്രവർത്തിച്ചു. ഈ കമ്മീഷനുകളിൽ പ്രവർത്തിച്ചത് ഏറെയും മഞ്ഞുമ്മൽ കർമ്മലിത്ത സഭയിലെ വൈദികരാണ്. ഏറ്റവും സ്നേഹാദരപൂർവ്വം നമ്മൾ ഓർക്കുന്നു പൗളിനോസ് മാലോത്തച്ഛൻ, തോമസ് ഒളാട്ടുപുറമച്ചൻ, ജോസി കുര്യാപ്പിള്ളിയച്ചൻ, ഫ്രാൻസിസ് പേരെപ്പറമ്പിൽ, വിൽസൺ ശ്രാമ്പിക്കൽ, അവരെല്ലാവരും. രൂപതകളിൽ നിന്ന് അഗസ്റ്റിൻ കടയപ്പറമ്പിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്റ്റീഫൻ ആലത്തറയുണ്ടായിരുന്നു. നമ്മുടെ ആശ്രമത്തിൽ നിന്ന്, കപ്പുച്ചൻ ആശ്രമത്തിൽ നിന്ന് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ വിൽഫ്രഡ് പ്രസാദ് അച്ഛനുണ്ടായിരുന്നു, ലൂഷ്യസ് അച്ഛനുണ്ടായിരുന്നു, ബോബി ജോസ് ഉണ്ടായിരുന്നു, പീറ്റർ തോമസ് അച്ഛൻ ഉണ്ടായിരുന്നു, ആൻഡ്രൂസ് അലക്സാണ്ടർ അച്ഛൻ ഉണ്ടായിരുന്നു. ആൻഡ്രൂസ് അലക്സാണ്ടർ അച്ഛൻ കുറച്ച് ദീർഘനാൾ ഈ ശുശ്രൂഷ ചെയ്തു. അതിന്റെ കുറെയെല്ലാം ഡോക്യുമെന്റ് എല്ലാം അദ്ദേഹമാണ് സംഘടിപ്പിച്ചത്. അത് റോമിലോട്ട് അയക്കുന്നതിനും അദ്ദേഹം താല്പര്യമെടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ റോമിലും നമ്മളെ സഹായിക്കുന്നതിനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ കാർലോ കല്ലോണി അച്ഛനുണ്ടായിരുന്നു, ആന്റോണൈൻ ഹഡാഡ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇന്ന് വരേണ്ടതായിരുന്നു. അവർക്കിന്ന് വീസ കിട്ടിയില്ല, അതുകൊണ്ട് അവർ രണ്ടുപേരും വന്നിട്ടില്ല. റോമിൽ നമ്മെ സഹായിക്കാനായിട്ട് നമ്മുടെ ഡേവിഡ് ബേസിൽ അച്ഛൻ അന്ന് റോമിലുണ്ട്, അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടായിരുന്നു. ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെയും സഹായം ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഏറ്റവും സ്നേഹാദരപൂർവ്വമാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് കമ്മീഷൻ ഉണ്ടായിരുന്നു, തിയോളജിക്കൽ കമ്മീഷനും ഹിസ്റ്റോറിക്കൽ കമ്മീഷനും. ഇവർ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് 8 വർഷത്തിന് ശേഷം 2016 അവർ ആ റിപ്പോർട്ട് തന്നു. അതോടുകൂടിയിട്ട് ആ റിപ്പോർട്ട് ഇവിടെ എത്തുകയും ആ റിപ്പോർട്ട് നമ്മൾ റോമിലോട്ട് അയക്കുകയും ചെയ്തു. 2016 ആ ഡോക്യുമെന്റ്സ് നമ്മൾ അങ്ങോട്ട് അയച്ചു. ആ ഡോക്യുമെന്റ്സ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റോമിൽ നിന്ന് 2 പേര് പോസ്റ്റ്ലേറ്ററും വൈസ് പോസ്റ്റ്ലേറ്ററും, കാർലോ കല്ലോണിയും ആന്റോയിൻ ഹഡാഡും 2019 ഇവിടെ വന്ന് ഇതെല്ലാം ചെക്ക് ചെയ്യുകയുണ്ടായി. ആ മ്യൂസിയം, ഡോക്യുമെന്റ്സ്, ആർക്കൈവ്സ്, സമാധി, ഇതെല്ലാം കൂലങ്കഷമായിട്ട് അവർ പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സ്, അതിന് നമ്മൾ പറയുന്ന പൊസിസിയോ എന്നാണ്, അത് റോം പഠിക്കാനായിട്ട് എടുത്തു.
അത് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ ഈ കൊടുക്കുന്ന ഡോക്യുമെന്റിനെല്ലാം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് വേണം. ജ്ഞാനസ്നാനത്തിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 1913 അച്ഛൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ കോട്ടപ്പുറം പള്ളിയിൽ ഉണ്ടായിരുന്ന ആ രജിസ്റ്ററിന്റെ കോപ്പി വേണം. അല്ലാതെ കൊണ്ട് ബിഷപ്പ് എഴുതി തന്നാ പോരാ, ഇങ്ങനെ ജ്ഞാനസ്നാനം അവർ സ്വീകരിച്ചില്ല. അത് നമുക്ക് കിട്ടാൻ പറ്റില്ല. കാരണം അച്ഛൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ അത് വരാപ്പുഴ അതിരൂപതയുടെ കീഴെയായിരുന്നു. കോട്ടപ്പുറം രൂപതയായി. കോട്ടപ്പുറം രൂപതയിലോട്ട് വന്നപ്പോൾ ആ ഡോക്യുമെന്റ് എല്ലാം ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഡോക്യുമെന്റ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സഭയ്ക്കകത്തും കപ്പുച്ചിൻ സഭയ്ക്കകത്തൊന്നും ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റിയില്ല. കാരണം അച്ഛൻ മരിക്കുമ്പോൾ ഇന്ത്യയും മലേഷ്യയും കൂടി ഒരു കപ്പുച്ചിൻ പ്രോവിൻസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ 13 ഉണ്ട്. അപ്പൊ ഓരോ ഡിവിഷൻ വരുമ്പോഴും അച്ഛന്റെ പട്ടത്തെ കുറിച്ചുള്ള ഡോക്യുമെന്റോ അല്ലെങ്കിൽ പ്രൊഫഷനെ കുറിച്ചുള്ള ഡോക്യുമെന്റോ ഒന്നും അങ്ങോട്ട് എത്തുന്നില്ലായിരുന്നു. വലിയ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതിനോടനുബന്ധിച്ച്. പിന്നെ നമുക്കൊരു വലിയ സഹായമായിട്ട് വന്നത്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള കപ്പുച്ചിൻ സഭ അങ്ങ് പാരീസ് കപ്പുച്ചിൻ സഭയുടെ കീഴിലായിരുന്നു. പാരീസ് കപ്പുച്ചിൻ സഭയിലെ ആർക്കൈവ്സിൽ ഈ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാരീസിൽ നിന്ന് വളരെയധികം ഡോക്യുമെന്റ് നമുക്ക് എടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജനറലേറ്റിലും ഉണ്ടായിരുന്നു ഡോക്യുമെന്റ്സ്. അപ്പോൾ ആ ഡോക്യുമെന്റ്സും എല്ലാം കൊണ്ടുവന്ന് നമ്മൾ കൊടുത്തപ്പോൾ നമ്മൾ എഴുതിയുണ്ടാക്കിയ പൊസിസിയോ അവർ സ്വീകരിച്ചു. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു ചെറിയ പാഴപ്പിഴയുണ്ട്, ഒരു സർട്ടിഫിക്കറ്റിന്റെ കുറവുണ്ടെങ്കിൽ അവരെ തള്ളിക്കളയും. അപ്പോൾ ഈ ഡോക്യുമെന്റ് അവർ സ്വീകരിച്ചതിന് ശേഷം അവര് ദൈവശാസ്ത്രജ്ഞന്മാർ ഇത് പഠിക്കുന്നതിനായിട്ട് ഏൽപ്പിക്കും. 12 ദൈവശാസ്ത്രജ്ഞന്മാരെ വാറ്റിക്കാൻ ഇത് പഠിക്കുന്നതിനായിട്ട് ഏൽപ്പിച്ചു. ആ 12 പേരും അത് പഠിച്ചു. അവരുടെ ആ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി. ആ ഡോക്യുമെന്റിൽ ഈ 12 പേരും തിയോഫിനച്ചന്റെ പുണ്യങ്ങളെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ഒരു സമീപനമാണ് കാണിച്ചത്. അവരത് അംഗീകരിച്ചു. അതോടുകൂടിയിട്ട് ദൈവശാസ്ത്രജ്ഞന്മാർ തിയോഫിനച്ചന്റെ പുണ്യ ജീവിതത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. ആ ദൈവശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചിട്ടുള്ള ആ റിപ്പോർട്ട് അടുത്തതായിട്ട് കർദിനാൾമാരുടെ ഒരു കമ്മീഷനുണ്ട്. ഈ കർദിനാൾമാരുടെ കമ്മീഷനെ ഏൽപ്പിച്ചു പരിശുദ്ധ പിതാവ്. ആ കർദിനാൾമാർ ആ കമ്മീഷന്റെ റിപ്പോർട്ട് പഠിച്ചു. അങ്ങനെ ഫെബ്രുവരി 21 കർദിനാൾമാർ പറഞ്ഞു, ഇതിൽ അപാകതയൊന്നുമില്ല, അതുകൊണ്ട് ഇത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്വീകരിക്കപ്പെട്ടു. ആ സ്വീകരിച്ചത് ഫെബ്രുവരി 21 അന്ന് തന്നെ പരിശുദ്ധ പിതാവ് ഈ റിപ്പോർട്ടിന്റെയും എല്ലാത്തിന്റെയും വെളിച്ചത്തിൽ ദൈവദാസനായിരുന്ന തിയോഫിനച്ചനെ ധന്യനായിട്ട് പ്രഖ്യാപിച്ചു റോമില്. അതിന്റെ ഭാരതീയ സഭയുടെ ആഘോഷമാണ്, നന്ദി പ്രകടനമാണ് ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഞാൻ ഈ അവസരത്തിൽ അച്ഛന്റെ ആ വിശുദ്ധി മാലോകരെ അറിയിക്കുന്നതിനായിട്ട് പുസ്തകങ്ങൾ രചിക്കപ്പെടുകയുണ്ടായി. നമ്മൾ ഇഗ്നേഷ്യസ് ഗൊൺസാൽവസ് ഇവിടെ വന്നിരിപ്പുണ്ട്. ഇഗ്നേഷ്യസ് ആണ് ആദ്യത്തെ പുസ്തകം രചിച്ചത് അച്ഛനെ കുറിച്ച്. സെബാസ്റ്റ്യൻ പള്ളിത്തോടുണ്ട്. സെബാസ്റ്റ്യൻ പള്ളിത്തോടിന്റെ പ്രേരണയിൽ കേരള ഗവൺമെന്റ് അച്ഛനെ കുറിച്ച് ഒരു ബയോഗ്രഫി ഇറക്കി. മിസ്റ്റർ ഡോക്ടർ ആന്റണി ഉണ്ട്, അതുപോലെ റൊമാൻസ് അച്ഛനുണ്ട്, അതുപോലെ തന്നെ അലക്സ് കൊടിയത്തുണ്ട്. ഇവരെല്ലാവരും അച്ഛനെ കുറിച്ചുള്ള പുസ്തകങ്ങളും ഇറക്കി. അതുകൊണ്ട് അച്ഛന്റെ ആ ഖ്യാതി എല്ലായിടത്തും പരക്കുകയും ചെയ്തു. അവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഓർക്കുന്നു. നമ്മുടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ധന്യനായ തിയോഫിനച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് മാറ്റണം. അതിന് അത്ഭുതങ്ങൾ നടക്കണം. അച്ഛന്റെ ധന്യനായ തിയോഫിനച്ചന്റെ നാമധേയത്തിൽ അനുഗ്രഹത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ജീവിതങ്ങളിലാണ്. നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിവിടെ അറിയിക്കണം. ആ അത്ഭുതങ്ങളുടെ ബലത്തിൽ മാത്രമേ ധന്യനായ തിയോഫിനച്ചനെ നമുക്ക് ഇനി വാഴ്ത്തപ്പെട്ടവനായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളിലാണ്. അതിനോട് ഉത്തരവാദിത്വപൂർവ്വം പ്രതികരിക്കണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.